ഇപ്പോൾ ഞാൻ മുളന്തുരുത്തി പള്ളിത്താഴം മുതൽ തുടങ്ങുന്ന ബ്ലോക്കാണ്. കാഞ്ഞിരമറ്റം മില്ലിങ്കിൽ നിന്ന് പൂത്തോട്ടയിലേക്കുള്ള ആ റോഡ് അറ്റകുറ്റപ്പണികൾക്കായിട്ട് പൂർണ്ണമായിട്ട് അടച്ചുകൊണ്ട് അതുവഴിയുള്ള ഗതാഗതം പരിപൂർണമായിട്ട് നിരോധിച്ചതുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങൾ വരുന്നത് കാഞ്ഞിരമറ്റം മില്ലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് മുളന്തുരുത്തി പള്ളിത്താഴം വഴി ആണ് എറണാകുളത്തേക്ക് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിട്ടൊക്കെ പോകാനുള്ള വാഹനങ്ങളെ തിരിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇപ്പോൾ ഞാൻ മുളന്തുരുത്തി പള്ളിത്താഴത്ത് ആകസ്മികമായി വന്നുപെട്ടതാണ്. ശരിക്കും ഞാൻ ഈ വഴി വരേണ്ടതല്ല. ഞാൻ കരോട്ടക്കുരിശ് വഴി മൂലക്കുരിശിലേക്ക് നേരെ കയറി അരയങ്കാവിന് പോകേണ്ട ആളാണ്. പക്ഷേ ഞാൻ ഇന്ന് ON താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ എരുവേലി ജംഗ്ഷൻ വന്നിട്ട് എരുവേലിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഓവർബ്രിഡ്ജ് കയറിയാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് മുളന്തുരുത്തി പള്ളിത്താഴത്ത് വന്നത്. പള്ളിത്താഴം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാഹനം മുന്നോട്ട് നീക്കാനായിട്ട് സാധിച്ചില്ല. അത്രമാത്രം അവളുടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്രമാത്രം വലിയൊരു ബ്ലോക്ക് ഈ ഗ്രാമപ്രദേശത്ത് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായാലും വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം രാവിലെ ഏകദേശ സമയം എല്ലാവരും കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഓഫീസിലെത്താനുള്ള സമയം കണക്ക് കൂട്ടിയിട്ടായിരിക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ടാവുക. അവർക്കൊന്നും സമയത്ത് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്താ വെച്ചാൽ മണിക്കൂറുകളായിട്ട് ചലിക്കാതെ കിടക്കുന്ന ഒരു റോഡാണിത്. ഇപ്പൊ സാവകാശം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എങ്കിലും അതിന്റെ വേഗത ഇഴയുന്ന വേഗതയിലാണെന്ന് മാത്രം. എന്നിട്ടും ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ എന്റെ എതിർവശത്ത് എനിക്കെതിരായിട്ട് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണം. അധികാരികൾ സത്വരമായി ഇടപെടണം. ഒരു വശത്തുള്ള ട്രാഫിക് കാഞ്ഞിരമറ്റത്തിന് അനുവദിക്കണം. ആ ഭാഗം ടാർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ തീർത്തതിന് ശേഷം അടുത്ത ഭാഗം ചെയ്യാമല്ലോ. അപ്പൊ എന്തായാലും ഇതിപ്പോ പെരുമ്പിള്ളി നട ജംഗ്ഷൻ വരെയുള്ള ദൂരം ഈ ബ്ലോക്ക് തന്നെയാണ്.